ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിനെക്കുറിച്ച് സച്ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചില്ല. തന്നെയും കുഞ്ഞുങ്ങളെയും എങ്ങനെ രക്ഷിക്കണമെന്ന് മാത്രം ഞാൻ ആലോചിച്ചുള്ളൂ. ഭാര്യയുടെയും മക്കളുടെയും അഭിമാനവും ജീവനെ രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ ഭർത്താവായിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? സച്ചി അർച്ചനയും ചതിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ അനൂപേട്ടനെ ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കൂന്ന് സച്ചി വാക്ക് കൊടുക്കോ? ഏയ്, സംശയം ഉണ്ടെങ്കിൽ അമ്മയുടെ പുന്നാര മോളെ വിളിച്ച് ചോദിച്ചു നോക്ക്. എന്താ അമ്മ? നീയും സച്ചിയും കൂടെ ഞങ്ങളെ ചതിക്കൂ? അമ്മ എന്തേ പറയുന്നത്? എനിക്കറിയണം. അനൂപിനെ നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കുവോ, അതോ അവനെ കൊല്ലാൻ വേണ്ടി ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കുവോ? എന്താ നീ മിണ്ടാത്തത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അച്ചു? അനൂപിനെ ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് സച്ചി വാക്ക് കൊടുത്തോ? എന്താ അച്ചു, ഞാൻ ചോദിച്ചിട്ടൊന്നും നിനക്ക് ഉത്തരവില്ലേ? അനൂപിനെ ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു കിട്ടുവോ, അതോ സച്ചി നീയും കൂടി ഞങ്ങളെ കരയിക്കുവോ? അമ്മ, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ഞാൻ പറയുന്നതൊന്ന് സമാധാനത്തോടെ കേക്ക്. ഞങ്ങൾക്ക് അതൊന്നും കേക്കണ്ട, ഒന്ന് മാത്രം അറിഞ്ഞാ മതി. സച്ചി അനൂപിനെ ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞോ? പറഞ്ഞു. ചതിച്ചോ എന്റെ ദൈവമേ? അമ്മ, ആരും ചതിച്ചിട്ടില്ല. അപ്പോഴത്തെ സാഹചര്യത്തില് സച്ചേട്ടൻ അങ്ങനെ പറഞ്ഞെന്നുള്ളത് സത്യം. പക്ഷേ അത് എന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാ. അല്ലാതെ സച്ചേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അനൂപിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. അതുകൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വന്നത്. അനുപേട്ടൻ മനഃപൂർവ്വം നിങ്ങളുടെ സഹോദരിയെ വണ്ടിയടിച്ച് കൊന്നതല്ല. അതൊരു അബദ്ധം പറ്റിയതാ. അല്ലാതെ അനുപേട്ടനും ആ കുട്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ നഷ്ടപ്പെട്ടത് എനിക്കാ. അവനെനിക്ക് കിട്ടിയില്ല. പകരം നിന്നെ മതി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെയൊക്കെ പറയുന്ന പഴയ സ്റ്റൈലില്ലേ, അത് തന്നെ. എന്റെ സഹോദരിക്ക് പകരം അവന്റെ സഹോദരി. വേറൊന്നും തോന്നരുത്, നിന്നെ ഞാൻ കൊല്ലും. ഇതാ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞാനും ആദ്യം സച്ചേട്ടനെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് സത്യം. അതിന്റെ പേരിൽ സച്ചേട്ടനോട് വഴക്കിടുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അനുപേട്ടനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കും. മീരടുത്തോട് സമാധാനമായിട്ടിരിക്കാൻ പറ. അനുപേട്ടനെ ഞങ്ങൾ കൊണ്ടുവരും. മോളെ, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യം. അതൊന്നും എനിക്ക് അറിയണ്ട. എന്റെ അനൂപേട്ടൻ എന്തെങ്കിലും സംഭവിച്ച ഞാനും എന്റെ കുഞ്ഞും പിന്നെ ജീവിച്ചിരിക്കില്ല. ഞങ്ങളുടെ ശവം നിങ്ങൾ കാണും. മീര, എന്റെ ഈശ്വര, ശരി.
എന്നാലും അർച്ചന താൻ എന്നോട് ക്ഷമിക്കേ. ഞാനത് മനഃപൂർവ്വം പറഞ്ഞല്ലെന്ന് പറഞ്ഞല്ലോ. സച്ചേട്ടൻ കാരണം ഇപ്പൊ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നെന്നറിയോ? മീരടുത്ത് എങ്ങനെയോ ഇക്കാര്യം അറിഞ്ഞു. എടുത്ത് അവിടെ ആകെ പ്രശ്നമാക്കി. അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? ഒരു വിധത്തിലാ ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. സച്ചേട്ടനും കുടുംബത്തിനും വേണ്ടിയാ ഞാൻ എന്റെ സർവ്വവും സമർപ്പിച്ചിരിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും ഈ വീടിനെയും ഇവിടെ ഉള്ളവരെയും സംരക്ഷിക്കാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാം സച്ചേട്ടന് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളുമല്ലേ. ഇപ്പൊ അവിടെ ഉള്ളവരെല്ലാം സച്ചേട്ടനെ അവിശ്വസിക്കുക. ആ നിലയ്ക്ക് ഞാൻ എങ്ങനെ ഇവിടെ സമാധാനമായിട്ടിരിക്കുക? അനുപേടിനെ ഒറ്റ കൊടുത്തത് സച്ചേട്ടനാണെന്ന് എന്റെ വീട്ടുകാർ വിശ്വസിച്ച എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ പോവാ. അർച്ചന, അരുത്. താൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. തനിക്കോ തന്റെ വീട്ടുകാർക്കോ ദോഷം വരുന്ന ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതിന്റെ സെൻസ് തനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. തനിക്ക് എന്നെ അറിയില്ലേ? അറിയാം, എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ആ ഗുണ്ടകൾക്ക് സച്ചേട്ടനെ അറിയില്ലല്ലോ. പറഞ്ഞ ദിവസം അനുപേടിനെ സച്ചേട്ടൻ കൊണ്ട് കൊടുക്കുമെന്നല്ലേ അവര് വിചാരിച്ചിരിക്കുന്നേ? ഇല്ലെങ്കിലോ? പിന്നെ അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അതിനെക്കുറിച്ച് സച്ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചില്ല. തന്നെയും കുഞ്ഞുങ്ങളെയും എങ്ങനെ രക്ഷിക്കണമെന്ന് മാത്രം ഞാൻ ആലോചിച്ചുള്ളൂ. ഭാര്യയുടെയും മക്കളുടെയും അഭിമാനവും ജീവനെ രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ ഭർത്താവായിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? താൻ പറഞ്ഞതുപോലെ സംസാരിച്ചിരുന്നെങ്കിൽ ആ ഗുണ്ടകൾ നമ്മളെ അവിടെ വെച്ച് വെട്ടി തുണ്ടം തുണ്ടമാക്കിയേനെ. താനും തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പിന്നെ നമ്മുടെ മോളും. അതിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ എന്തും പറയും, എന്തും ചെയ്യും. ഇപ്പോ താൻ എന്റെ മുമ്പിൽ നിന്ന് ജീവനോട് സംസാരിക്കുന്നത് ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിലും അനുപേട്ടനെ ഞാൻ ആ ഗുണ്ടയ്ക്ക് കൊല്ലം കൊണ്ട് കൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് മറ്റെന്തെങ്കിലും ഒരു വഴി ആലോചിക്കുന്ന ഞാൻ ചിന്തിച്ചേ. ആ സമയത്ത് എന്റെ മാനസികാവസ്ഥ തനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇനി തനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഞാൻ തന്നെ തടയില്ല.